Deposit of TDS on consideration for transfer of immobile property under Section 194(1)(a). Tax deducted at source under Section 194(1)(a) from consideration for transfer of immobile property shall be deposited within 7 days from the end of the month in which deduction is made, along with the challan cum statement in Form 26 QB, with effect from 1/6/2019. ട്രാൻസ്ഫർ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി. ട്രാൻസ്ഫർ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി നമ്മൾ ഏതെങ്കിലും ഇമ്മോബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൺസിഡറേഷനായിട്ട് നമ്മൾ TDS ഡെപ്പോസിഷൻ നടത്തണം. ഇത് നടത്തേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏത് മന്തിലാണോ നമ്മൾ ഡിഡക്ഷൻ മെയ്ഡ് ചെയ്തിട്ടുള്ളത് ആ മന്തിൻ്റെ തൊട്ട് ഒരു 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ TDS ഡെപ്പോസിഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് 194(1)(a) ആണ്. ഈ ഡെപ്പോസിഷൻ നടത്തുമ്പം ഇതിൻ്റെ കൂടെ ചലാൻ പ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫോം 26 QBയും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കണം. ട്രാൻസ്ഫർ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടീൻ്റെ കേസിൽ ഡിഡക്ഷൻ മെയ്ഡ് ചെയ്തത് ഏത് മന്തിലാണോ ആ മന്തിൻ്റെ തൊട്ട് അതിൻ്റെ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ TDS ഡെപ്പോസിഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് TDS സർട്ടിഫിക്കറ്റ്. The TDS certificate in Form 16 in respect of salaries shall be issued annually by 31st day of May of the financial year next following the financial year in which the income was paid and tax deducted. അതായത് ഫോം 16 എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് സാലറീസിൻ്റെ ആണ്. ഇൻ റെസ്പെക്ട് ഓഫ് സാലറീസ് ഇത് വെച്ച് കഴിഞ്ഞാൽ ആനുവലി ആണ് ഈ TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക ബൈ 31st day of May. അതായത് 31st മെയ്യിലാണ് ഇത് ഇഷ്യൂ ചെയ്യുക. ഈ 31st മെയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്ത ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അതാണ് ഫോം 16 എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് TDS സർട്ടിഫിക്കറ്റ് ഇൻ ഫോം 16A ഇൻ റെസ്പെക്ട് ഓഫ് എനി പേയ്മെൻറ്റ് അതർ ദാൻ salaries shall be issued quarterly within 15 days from the due date for furnishing the statement of TDS for the relevant quarter. That is, the due dates for issue of TDS certificate for each quarter shall be as under. Form 16A എന്ന് പറയുന്നത് in respect of payment other than salaries. സാലറീസ് അല്ലാതെ ബാക്കി വരുന്ന പേയ്മെൻറ്റുകളൊക്കെ ഫോം 16Aയിലാണ്. ഇത് ക്വാർട്ടർലി ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന് ക്വാർട്ടർ എൻഡിങ്സും അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് TDS സർട്ടിഫിക്കറ്റും ഉണ്ട്. ഫസ്റ്റ് ക്വാർട്ടർ എൻഡിങ് 30th ജൂണിലാണ് പറയുന്നത്. അതിൻ്റെ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് TDS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 15th ഓഗസ്റ്റ് ആണ്. നെക്സ്റ്റ് 30th സെപ്റ്റംബർ, 15th നവംബർ, 31st ഡിസംബർ, 15th ഫെബ്രുവരി, 31st മാർച്ച്, 15th ജൂൺ. നെക്സ്റ്റ് TDS certificate in Form 16B in respect of consideration from transfer of immobile property shall be issued within 15 days from the due date for furnishing the challan cum statement in Form 26 QB. Form 16B റിലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി ആണ്. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടീൻ്റെ TDS ഡെപ്പോസിഷൻ നടത്തുമ്പം ചലാനും പ്ലസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫോം ഓഫ് 26 QBയും നമ്മൾ ഫേർണിഷ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ഫേർണിഷ് ചെയ്ത് 15 ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. TDS സർട്ടിഫിക്കറ്റ് അപ്പം 3 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്: ഫോം 16, ഫോം 16A, ഫോം 16B. നെക്സ്റ്റ് അമെൻമെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് ആക്ട് 2015 റിലേറ്റിംഗ് ടു TDS. കുറച്ച് അമെൻമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് employer to obtain evidence or proof regarding deductions, exemptions or allowances claimed by the employee while estimating the income of the employee for the purpose of deduction of tax under section 192 with effect from 1/6/2015. അതായത് അണ്ടർ സെക്ഷൻ 192 ബേസ് ചെയ്തിട്ട് എംപ്ലോയി എന്തെങ്കിലും അലവൻസസിനോ എക്സംഷനോ ഡിഡക്ഷനോ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ അതിൻ്റെ എവിഡൻസ് ഓർ പ്രൂഫ് റിഗാർഡിംഗ് ദോസ് ഡിഡക്ഷൻസ് അതൊക്കെ ഒബ്റ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് എംപ്ലോയി എന്തെങ്കിലും എക്സംഷനോ അലവൻസസിനോ വല്ലതും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സംഷൻസിനെയും അലവൻസസിനെയൊക്കെ റിഗാർഡ് ചെയ്തിട്ടുള്ള എവിഡൻസോ പ്രൂഫും എംപ്ലോയർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് അമെൻമെൻറ്റ്. സെക്കൻഡ്, TDS on income in respect of payment of accumulated balance due to an employee under Employee Provident Fund and Miscellaneous Provision Act 1952, Section 192A with effect from 1/6/2015. However, no deduction under section shall be made where the amount of such payment
or the aggregate amount of such payment to the payee is less than rupees 30,000. അതായത് നമ്മൾ ടി ഡി എസ് ഓൺ ഇൻകം ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻ ആക്ട് 1952 കൺസിഡറേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കണം, അതിനും കൂടി കൺസിഡറേഷൻ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ പേയ്മെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഈ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 30,000 ആണെങ്കിൽ അവിടെ ഡിഡക്ഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. നോ ഡിഡക്ഷൻ ഇസ് മെയ്ഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷണലൈസേഷൻ ഓഫ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് സെക്ഷൻ 194A with effect from 1/6/2015. നെക്സ്റ്റ് rationalization of provisions relating to deduction of tax on ഇൻട്രസ്റ്റിൻ്റെ മുകളിലുള്ള ടാക്സിൻ്റെ മുകളിലുള്ള റേഷണലൈസേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. ഫസ്റ്റത്തെ അതിൻ്റെ സബ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു ഡിഡക്ട് TDS ഓൺ ടൈം ഡെപ്പോസിറ്റ് ഇഫ് ഇൻട്രസ്റ്റ് എക്സീഡ്സ് ₹10,000 സെക്ഷൻ 194A(3)(v) with effect from 1/6/2015. ഫോർ സീനിയർ സിറ്റിസൺ ₹15,000. അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സിലൊക്കെ ഉള്ള ടൈം ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 എക്സീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളവിടെ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 10,000 കുറവാണെങ്കിൽ അവിടെ TDS ഒന്നും എടുക്കില്ല. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് ആണെങ്കിൽ 50,000 മുകളിൽ ഇൻട്രസ്റ്റ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പോയിൻറ്റ്. നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് ടൈം ഡെപ്പോസിറ്റ് amended to include recurring deposit with effect from 1/6/2015. അതായത് ഡെഫിനേഷൻ ഓഫ് ടൈം ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡെപ്പോസിറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ റിക്കറിങ് ഡെപ്പോസിറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടാക്സ് ഓൺ ടൈം ഡെപ്പോസിറ്റ് ഇസ് ടു ബി ഡിഡക്റ്റഡ് ബാങ്ക് വൈസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രാഞ്ച് വൈസ് വിത്ത് എഫക്ട് ഫ്രം 1/6/2015. അതായത് ടാക്സ് ഓൺ ടൈം ഡെപ്പോസിറ്റ് ഡിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, ബാങ്ക് വൈസ് ആയിട്ട് അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സബ് പോയിൻറ്റ് ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ എമൗണ്ട് ഓഫ് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ടു ബി ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അക്രൂവൽ ബേസിസ്. അതായത് മോട്ടോ ആക്സിഡൻറ്റ് ക്ലെയിം അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഇൻട്രസ്റ്റിൻ്റെ മുകളിലുള്ള ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്രൂവൽ ബേസിസിൽ അല്ല നമ്മൾ എടുക്കേണ്ടത്. അത് പേയ്മെൻറ്റ് എപ്പോഴാണോ നമ്മൾ നടത്തുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 ഫിനാൻഷ്യൽ ഇയറിൽ 50,000 മുകളിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ മുകളിൽ TDS ചാർജ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ഓഫ് ടാക്സ് ഫ്രം പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു ട്രാൻസ്പോർട്ടേഴ്സ്. അതായത് വിത്ത് എഫക്ട് ഫ്രം 1/6/2015 സെക്ഷൻ 194C. ടാക്സ് ഡിഡക്ഷൻ ഫ്രം പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു ട്രാൻസ്പോർട്ടേഴ്സ് അതിൻ്റെ മുകളിലുള്ള ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ആണ് സെക്ഷൻ 194C പറയുന്നത്. നെക്സ്റ്റ് റേഷണലൈസേഷൻ ഓഫ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു TDS ആൻഡ് TCS സെക്ഷൻ 197A 200, 200A, 206CB വിത്ത് എഫക്ട് ഫ്രം 1/6/2015. അതായത് റേഷണലൈസേഷൻ ഓഫ് provisions relating to TDS and TCS means tax collected at source. അതിൻ്റെയൊക്കെ റേഷണലൈസേഷൻസ് ആണ് ഈ സെക്ഷൻ 197A 200, 200A, 206CB എന്നുള്ളതൊക്കെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിലാക്സിങ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഒബ്റ്റെയിനിങ് TAN for certain deductors notified by the central government in this regard. അതായത് ടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ നമ്പർ. അത് കിട്ടാൻ സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ റിലേറ്റ് ചെയ്യുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 203 എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ റിലാക്സ് ചെയ്തിട്ടുമുണ്ട്.
ഇതൊക്കെയാണ് അപ്പം അമെൻമെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് ആക്ട് 2015. നെക്സ്റ്റ് അമെൻമെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ഫിനാൻസ് ആക്ട് 2019 റിലേറ്റിംഗ് ടു TDS ആണ് പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ 194D എന്ന് പറയുന്നത് TDS to be deducted at 5% on payment under a life insurance policy. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസീൻ്റെ അണ്ടറിൽ TDS ഡിഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 5% ആണ്. TDS is to be deducted at 5% on payment. ലൈഫ് ഇൻഷുറൻസ് പോളിസീൻ്റെ പേയ്മെൻറ്റിൻ്റെ 5%ൻ്റെ മുകളിലാണ് നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 194IA. For the purpose of TDS on transfer of any immobile property, consideration shall include all charges such as club membership fee, car parking fee, electricity or water facility, maintenance fee, അഡ്വാൻസ് ഫീ എക്സെട്ര. അതായത് നമ്മൾ നേരത്തെ ഇമ്മോബിൾ പ്രോപ്പർട്ടീൻ്റെ മുകളിലുള്ള കൺസിഡറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കൺസിഡറേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് മെമ്പർഷിപ്പ് ഫീ, കാർ പാർക്കിംഗ് ഫീ, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ ഫെസിലിറ്റി, മെയിൻ്റനൻസ് ഫീ, അഡ്വാൻസ് ഫീ എക്സെട്ര. ഇങ്ങനെയുള്ള ഫീസൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ആ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 194M. ഇൻഡിവിജ്വൽസ് ആൻഡ് HUFs not required to deduct TDS under section 194C, 184H or 194 shall be liable to deduct TDS at 5% on payments to a resident contractor for carrying out any work, a resident by way of commission other than insurance commission or brokerage, or a resident by way of professional fees. അതായത് സെക്ഷൻ 194C, 184H ഓർ 194 ബേസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽസും HUFസും TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ ഷാൽ ബി ലയബിൾ ടു ഡിഡക്ട് TDS അറ്റ് 5% ഓൺ പേയ്മെൻറ്റ് ടു എ റെസിഡൻറ്റ് കോൺട്രാക്ടർ ഫോർ ക്യാരിങ് ഔട്ട് എനി വർക്ക്, or resident by way of commission or brokerage, or a resident by way of professional fees. ഇതിൻ്റെയൊക്കെ എഗ്രിഗേറ്റ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിൽ 50,000ൻ്റെ മുകളിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവർ TDSൻ്റെ അവിടെ ഒരു 5% ഡിഡക്ഷൻ നടത്തിയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് സെക്ഷൻ 194N. To discourage transactions in cash, banks are required to deduct TDS at 2%. If any account holder withdraws cash of more than Indian rupees 1 crore during the year. അതായത് ബാങ്ക്സിലൊക്കെ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ സെക്ഷൻ 194N എന്ന് പറയുന്നത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഴ്സൺ അയാൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1 crore കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അയാൾ അവിടെ TDS ആയിട്ട് ഒരു 2% ഡിഡക്ഷൻ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻ 194N കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ 194I. The threshold limit of deduction of TDS on rent payments to residents for use of land and building, including factory building or any machinery or plant or equipment or furniture and fittings, has been increased from Indian rupees 1,80,000 to Indian rupees 2,40,000. അതായത് ഒരു റെസിഡൻറ്റ് പേഴ്സൺ അയാളുടെ ലിമിറ്റ് ഓഫ് ഡിഡക്ഷൻ ഓഫ് TDS ഓൺ റെൻറ്റ് പേയ്മെൻറ്റ്സ്, അതായത് റെൻറ്റ് പേയ്മെൻറ്റ്സിൻ്റെ മുകളിൽ അയാൾക്ക് ഡിഡക്ഷൻസ് അവിടെ കിട്ടുന്നുണ്ട്. ഫോർ യൂസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ഓർ എനി മെഷീനറി ഓർ എനി പ്ലാന്റ് ഓർ എക്യുപ്മെൻറ്റ് ഓർ ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്. അതായത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇയാൾ റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനവിടെ ഒരു ഡിഡക്ഷൻ ഉണ്ട്. അത് 1,80,000 നിന്ന് 2,40,000 ആക്കി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആ ഡിഡക്ഷൻ. അതാണ് സെക്ഷൻ 194I പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 194A. ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് പോസ്റ്റ് ഓഫീസ് ആർ നോട്ട് റിക്വയർഡ് ടു ഡിഡക്ട് എനി tax at source at the time of payment of credit of interest to the account of the payee if the aggregate amount of interest payable during the financial year does not exceed Indian rupees 40,000.
ഏർലിയർ ദ ലിമിറ്റ് വാസ് ഇന്ത്യൻ റുപ്പീസ് 10,000. അതായത് ബാങ്ക്സിലോ കോപ്പറേറ്റീവ് ബാങ്ക്സിലോ പോസ്റ്റ് ഓഫീസിലോ ഏതെങ്കിലും പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ അതിനൊന്നും TDS ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് 40,000-ൻ്റെ 40,000-ൻ്റെ അണ്ടറിലാണ് വരുന്നതെങ്കിൽ അതിനൊന്നും TDS ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏർലിയർ ഈ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ആയിരുന്നു.